ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു അൺബോക്സിംഗ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു ട്രാംപോളിനാണ് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. ഞാനിത് പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ കമ്പനി സ്റ്റാർ ആൻഡ് ഈസി എന്നുള്ള പേരുള്ളൊരു കമ്പനിയാണ്. ഈ ട്രാംപോളിൻ്റെ പ്രത്യേകത, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട് ഇതിന്. ട്രാംപോളിൻ വിത്ത് സേഫ്റ്റി നെറ്റ് എൻക്ലോസ്ഡ്, അത് ഇതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇതിൽ നല്ലൊരു സേഫ്റ്റി നെറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതിനൊരു എൻക്ലോസറായിട്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു ട്രാംപോളിൻ നമുക്ക് ഇൻഡോറും അതുപോലെ തന്നെ ഔട്ട്ഡോറും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലസൻറ്റ് ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ട്രാംപോളിൻ പുറത്തെവിടെയെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്തിട്ട് കുട്ടികളെ അവിടെ കളിക്കാനായിട്ട് നമുക്ക് അനുവദിക്കാം. അതുപോലെ ഇപ്പോൾ മഴയും മറ്റുള്ള ഒരു കാലാവസ്ഥയാണെങ്കിൽ നമുക്കിത് മൂവ് ചെയ്ത് അകത്തെവിടെയെങ്കിലും, വീടിൻ്റെ അകത്തെവിടെയെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട പ്രത്യേകതകൾ. ഇതുകൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഒത്തിരി മറ്റ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് അറിയാനുണ്ട്. ആദ്യമേ തന്നെ ഇത് ഫിക്സ് ചെയ്യേണ്ട കാര്യമാണ്. വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡീമെറിറ്റായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ചില പ്രത്യേക പാർട്സ് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി എനർജി വേണ്ടതാണ്, അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ആവശ്യപ്പെടുന്നൊരു എഫേർട്ട്, അല്ലെങ്കിൽ നല്ലൊരു ആരോഗ്യം ഉള്ളൊരു വ്യക്തിക്ക് ആണ് കൂടുതൽ അത് ഫിക്സ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് വരുന്നത്. ഇനി കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റ്, അല്ലെങ്കിൽ ഇതൊരു മൾട്ടി പർപ്പസ് ട്രാംപോളിൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഒത്തിരി മറ്റ് ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ വരുന്ന ഒരു ബാസ്കറ്റ് ബോൾ നെറ്റുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബോക്സിംഗ് ബാഗുണ്ട്, ഒരു സ്വിങ് ഉണ്ട്, ചെറിയൊരു തൊട്ടിൽ പോലത്തെ, ഒരു ക്രെയ്ഡിൽ പോലത്തെ, പിന്നെ കുട്ടികൾക്ക് ഇതിൻ്റെ അകത്ത് എറിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബോൾസ്, പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ജമ്പിങ് മാറ്റ് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. നല്ലൊരു ഇലാസ്റ്റിസിറ്റിയോട് കൂടിയൊരു ജമ്പിങ് മാറ്റാണ് ഇതിലുള്ളത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നമുക്ക് അറിയാം. ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ട്രാംപോളിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില പാർട്ടുകൾ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇച്ചിരി എനർജി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സ്ട്രെങ്ത് തന്നെ വേണം. അപ്പോൾ പല സമയത്തും അത് ഒരാൾ മാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെയും കൂടി ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു കംഫർട്ടബിൾ രീതിയിൽ നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്റ്റീൽ പൈപ്പുകൾ ആണ് നമ്മൾ ഇതിൻ്റെ ഫ്രെയിമായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ്സ് ആണ് ഇതിൽ വരുന്നത്. നല്ല സ്റ്റേബിളും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീൽ പൈപ്പ് തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ് അവർ ഈ ഒരു പൈപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് നല്ലൊരു ആൻറ്റി റസ്റ്റ് കപ്പാസിറ്റി കൂടിയുണ്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രെങ്ത്ത് ഉള്ളൊരു ഫ്രെയിം അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പ് ആയതുകൊണ്ട് ഇതിന് നല്ല ലോഡ് തന്നെ ബെയർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമിന് ചുറ്റും വരുന്ന കുറച്ച് സ്പ്രിങ്ങുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഈ സ്പ്രിങ് കണക്ട് ചെയ്യുന്നതും കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഒരു ലോങ് ലാസ്റ്റിംഗ് ഇലാസ്റ്റിസിറ്റിയോട് കൂടിയ സ്റ്റീൽ സ്പ്രിങ് ആണ്. അപ്പോൾ അത് ഈ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ മാറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആണ് സ്പ്രിങ്ങിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്കിതിപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഓരോ പാർട്സും നമ്മൾ ഫിക്സ് ചെയ്ത് പോകണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു യൂസർ മാനുവൽ, അതും പിക്ചറോട് കൂടിയ ഒരു യൂസർ മാനുവൽ അവർ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്.
ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒരാൾ ഒറ്റയ്ക്ക് ശ്രമിച്ച് ഒരു എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കാണുന്നത് പോലെ ആദ്യം ഫിക്സ് ചെയ്ത ഭാഗം വീണ്ടും അത് ഒന്ന് ബ്രോക്കണായി പോന്നപ്പോൾ അത് വീണ്ടും ഫിക്സ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഇത് നല്ല ഈസി ആയിട്ട് നമുക്ക് ഫ്രെയിം ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് സ്ട്രെങ്ത് ആവശ്യമുള്ളൊരു ടാസ്കും കൂടിയാണ്. കൂടുതലായി നമ്മൾ ട്രംബോളിൻ കണ്ടുവരുന്നത് റൗണ്ട് ഷേപ്പിലാണ്. ഈ ഒരു ട്രംബോളിനും റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്. അപ്പോൾ മാക്സിമം സ്പേസ് അവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫിക്സ് ചെയ്യുന്ന ഒരു ടൈം കുറച്ച് ലാഗിങ് ആണ്. ആ ഫ്രെയിം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുന്നതും ഒക്കെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരുന്നു. ഇത് നമ്മൾ കുട്ടികളുടെ ഈ ഒരു ട്രംബോളിൻ്റെ കപ്പാസിറ്റി വെയിറ്റ് എത്ര താങ്ങാൻ പറ്റും എന്ന് വെച്ചാൽ ഇതിൽ പറയുന്നത് ഒരു 100 kg വരെയാണ് ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി. അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു ഫ്രെയിം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഈ ഒരു ഫ്രെയിമിൻ്റെ ഒരു ഡയമെൻഷൻസ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് 89 cm ആണ്. പിന്നെ വിഡ്ത്ത് വരുന്നത് ഒരു 27 cm, ഹൈറ്റ് 20 cm ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏകദേശം ഇതൊന്ന് സെറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ഐഡിയ കിട്ടും. ഈ ഒരു ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിപ്പം വരും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഫൈനൽ ഫിക്സേഷന് ശേഷം നമുക്ക് മനസ്സിലാവും. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഓറഞ്ചും യെല്ലോയും ആണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്രെയിമിനെ കവർ ചെയ്തുകൊണ്ട് ഈ ഓറഞ്ചും യെല്ലോയും ഫോം പാഡുകൾ നമ്മൾ ഫിക്സ് ചെയ്യാൻ ഉണ്ട്. അതായത് കുട്ടികളുടെ കൈയോ കാലോ അല്ലെങ്കിൽ അവർ കളിക്കുന്ന സമയത്ത് ഈ കമ്പിയിൽ മുട്ടി അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെയിൻ വരുമോ എന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട. കാരണം ഇതിനെ കംപ്ലീറ്റ് കവർ ചെയ്തുകൊണ്ട് ഈ ഫോം പാഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ ഫോം മെറ്റീരിയലാണ്, ഫോം പാഡാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കളിക്കുന്ന സമയത്ത് അവിടെ കൈയോ കാലോ ഇതിൽ മുട്ടുകയാണെങ്കിൽ തന്നെ ഒട്ടും പെയിൻ അവർക്ക് ഏൽക്കില്ല. ഇനിയുള്ളതാണ് നമ്മളുടെ ഇതിനെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു നെറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ സർഫേസിൽ, അതായത് കുട്ടികൾ ജമ്പ് ചെയ്യുന്ന ആ ഒരു ബൗൺസിങ് നെറ്റും ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്, ബൗൺസിങ് മാറ്റ്. അപ്പോൾ അതിൻ്റെ ഫിക്സേഷനും കുറച്ച് സമയമെടുക്കും. ഈ ഒരു ഫ്രെയിമിനോട് നമ്മൾ ഈ മാറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ച് സ്പ്രിങ്ങുകൾ ഇതിന് ചുറ്റും കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. കൂടാതെ നല്ല സ്ട്രെങ്ത്ത് വേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിനി മാറ്റ് ഇതിലോട് കണക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് മാറ്റ്. അപ്പോൾ അതിൽ തന്നെ ആ കമ്പനിയുടെ പേര് ഇംപ്രിൻറ്റഡ് ആണ്, സ്റ്റാർ ആൻഡ് ഡെയ്സി എന്നുള്ള കമ്പനിയുടെ പേര് നമുക്കിതിൽ കാണാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന തരത്തിലുള്ള സ്പ്രിങ് ആണ് നമ്മൾ ഈ മാറ്റ് ഈ ഫ്രെയിമിനോട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പ്രിങ് കുറച്ചധികം ഉണ്ട്. ഏകദേശം ഈ ഒരു മാറ്റിനെ ചുറ്റി ഈ സ്പ്രിങ്ങുകൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ്. അതെവിടെയൊക്കെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവർ യൂട്യൂബിൽ തന്നെ ഇതിൻ്റെ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ജമ്പിങ് മാറ്റിൻ്റെ ക്വാളിറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ്. നല്ല തിക്കൻഡ് ആയിട്ടുള്ള ഇലാസ്റ്റിക് മാറ്റാണ് ഈ ഒരു ജമ്പിങ് സർഫസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാക്സിമം ഇമ്പാക്റ്റ് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇലാസ്റ്റിസിറ്റി അതിനുണ്ട് എന്നുള്ളതാണ്. അതായത് കുട്ടികൾ ചാടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു ബൗൺസിങ് മാറ്റിൽ അവർ ബൗൺസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ആ വരുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം ആണോ, ആ ഒരു വെയിറ്റ് എത്രത്തോളം ആണോ അത് അബ്സോർവ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി നല്ല രീതിയിലുള്ളൊരു
മാറ്റാണിത്. അപ്പോൾ മാക്സിമം കംഫർട്ടബിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയുള്ളൊരു മാറ്റാണ്. ശരിക്കും ഒരു സേഫ് സർഫസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുട്ടികൾ ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ് സർഫസ് ആയിട്ട് ഈ ഒരു മാറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്പ്രിങ് യൂസ് ചെയ്തിട്ട് ഈ മാറ്റിനെ നമ്മൾ ആ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ആ സ്പ്രിങ് വലിച്ച് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രെങ്ത്ത് തന്നെ വേണം. അപ്പോൾ ഒരാളുടെ ഹെൽപ്പോട് കൂടിയേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ സ്പ്രിങ് നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഈ കാണുന്നത്. ഒരു സ്ക്രൂ പോലെയുള്ളൊരു ടൂളാണ്. അതും അവർ ഇതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും അവർ ഈ ഒരു പാക്കേജിൽ നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസും നമ്മൾ വായിച്ച് നോക്കി ഇത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഒറ്റയ്ക്ക് ഇത് ചെയ്യാമെന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഈ ഒരു 2 ഡീമെറിറ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നല്ല ഒരു പ്രോഡക്റ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഈ രീതിയിൽ നമ്മൾ മാറ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ താഴെ ഭാഗം വരുന്നത് ഇതിൻ്റെ ഒരു ബേസാണ്, അതായത് ജമ്പിങ് മാറ്റും പിന്നെ അത് ഫ്ലോറിലേക്ക് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്കി ഭാഗങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഇതിൻ്റെ മേലിലേക്കുള്ള ഭാഗങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ. അത് നമ്മൾ കണക്ട് ചെയ്യുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് അല്ല. ഈ ഒരു പോർഷൻ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഫ്രെയിം ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫൗണ്ടേഷൻ ഇവിടെ റെഡിയായി. ഇനിയുള്ളത് ബാക്കിയുള്ള മേളിലേക്കുള്ള ഫ്രെയിം വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽസ് നമ്മൾ ഓരോ ഭാഗത്തും ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള പാഡുകൾ, ഫോം പാഡുകൾ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുക. അതായത് ഓറഞ്ചും യെല്ലോയും മിക്സ് ചെയ്ത് വരുന്ന രീതിയിൽ ആ ഒരു കവറിങ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നല്ല ലൈറ്റ് കളേഴ്സാണ്, കുട്ടികൾക്ക് നല്ല അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള കളേഴ്സും കൂടിയാണ്. ഈ രീതിയിൽ നമ്മൾ എല്ലാ സ്ഥലത്തും, അതായത് ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പാഡ് വെച്ചിട്ട് അതിനെ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്തെടുക്കുന്നു. ഈ ഫോം പാഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ കവർ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് യാതൊരു രീതിയിലുള്ള ഇഞ്ചുറിയും ഉണ്ടാവാതെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. അതായത് അവർ കളിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്ത് ഇത് കൊള്ളുമോ അല്ലെങ്കിൽ മുറിവേൽക്കുമോ എന്നുള്ള യാതൊരു പേടിയും വേണ്ട. നമ്മുടെ പാരൻസിന് നല്ല കംഫർട്ടബിളാണ്, അതുപോലെ തന്നെ കുട്ടികൾക്കും കംഫർട്ടബിളാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്തു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ. അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റീലിൻ്റെ ആ ഒരു കമ്പിയിലേക്ക് ഈ ഫോം പാഡ് കവറിങ് കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു മേൽ പോർഷനുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ചിൻ ഹാൻഡിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുള്ളപ്പ് ബാറാണ്. അപ്പോൾ ഈ ഒരു ബാറ് നമ്മൾ ഈ ഒരു ട്രംബോളിൻ്റെ ക്രോസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അത് ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് നമുക്കതിലുണ്ട്, പിക്ചർ സഹിതമുണ്ട്. അപ്പോൾ ഈ പറയുന്ന പുള്ളപ്പ് ബാറ് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും അത്യാവശ്യം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബാറിലാണ് നമ്മൾ ഇതിൻ്റെ മൾട്ടി പർപ്പസ് ഐറ്റംസ്, അതായത് ബോക്സിംഗ് ബാഗ്, പിന്നെ ഇതിൽ വരുന്ന ഒരു ചെറിയൊരു ക്രേഡിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ടുള്ള സ്വിങ്, ചെറിയൊരു ഊഞ്ഞാൽ പോലെയുള്ളത്, നമ്മൾ അതും ഈ ഒരു പുള്ളപ്പ് ബാറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൾട്ടി പർപ്പസ് ട്രംപോളിനാണ്. കുട്ടികൾക്ക് ബൗൺസിങ്ങിന് മാത്രമല്ല, അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു ചെറിയൊരു ബാസ്കറ്റ് ബോൾ നെറ്റായിട്ടും അതുപോലെ അവർക്ക് പല രീതിയിൽ സ്വിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഈ കാണുന്നത്
നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാസ്കറ്റ് ബോൾ നെറ്റാണ്. അത് ട്രംബോളിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം, അല്ല എങ്കിൽ നമുക്കിനി അത് ആ ഒരു ഭാഗം മാത്രം നമ്മളുടെ വീടിന് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഫിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ ഒരു ബാസ്കറ്റ് ബോളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ബോളാണ്. അത് വീർപ്പിക്കാനുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മളുടെ ചിന്നപ്പ് ഹാൻഡിൽ എന്ന് പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളതാണ്, നമ്മൾ കുട്ടികളുടെ ഹൈറ്റൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പർട്ടിക്കുലർ ഏജിൽ ഇങ്ങനെ ഹാങ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹാങ്ങിങ് ബാറ് നമുക്ക് നേരത്തെ കണ്ട പുള്ളപ്പ് ബാറിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് ട്രംബോളിൻ്റെ അകത്ത് കയറിയിട്ട് ഇങ്ങനെ ഹാങ്ങിങ് അതിനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് അവർക്ക്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഹാങ്ങർ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ട്രംബോളിൻ്റെ അകത്തായതുകൊണ്ട് കുട്ടികൾ അതിൽ പിടിച്ചു തൂങ്ങുമ്പോൾ അവർ താഴേക്ക് വീഴുമോ അല്ലെങ്കിൽ അവിടെ തല മുട്ടുമോ കാല് മുട്ടുമോ എന്നുള്ളൊരു പേടിയും വേണ്ട. കാരണം അവർ വീഴുന്നത് ആ ഒരു ബൗൺസിങ് മാറ്റിലേക്കായിരിക്കും. അപ്പോൾ യാതൊരു രീതിയിലുള്ള ഇഞ്ചുറിയും അവർക്ക് ഏൽക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ പുള്ളപ്പ് ബാറിലേക്ക് അതിൻ്റെ ഹാൻഡിൽ തൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിനിങ്ങനൊരു ചെറിയൊരു ബെൽറ്റോട് കൂടിയാണ് അവരത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ആ ഒരു ബെൽറ്റ് നല്ല രീതിയിൽ നമ്മൾ അതിലേക്ക് ഫിക്സ് ചെയ്യും. അപ്പോൾ 2 ഹാങ്ങിങ് ഹാൻഡിലും നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതിൽ തൂങ്ങി കളിക്കാവുന്നതാണ്. അവിടെ താഴെ വീണാലും യാതൊരുവിധ പ്രശ്നവും അവർക്ക് ഏൽക്കില്ല. ഇനി ഈ കാണുന്നതാണ് ക്രെയ്ഡിൽ എന്ന് പറയുന്നത്. അതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പുള്ളപ്പ് ബാറിലേക്കാണ് നമ്മൾ ഓരോന്നും അറ്റാച്ച് ചെയ്യുന്നത്. ഈ ക്രെയ്ഡിൽ വേണമെങ്കിൽ തീരെ പ്രായം കുറഞ്ഞ കുട്ടികൾക്കും ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടും അതിലിരുന്ന് എൻജോയ് ചെയ്യാനും പറ്റും. ഇനിയുള്ളത് അവിടെ ഒരു ബാസ്കറ്റ് ബോൾ നെറ്റ് കൂടാതെയുള്ള ബോക്സിംഗ് ബാഗാണ്. കുഞ്ഞു കുട്ടികൾക്ക് നല്ല എൻജോയ്മെൻറ്റ് പ്രദാനം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ആടാനും പിന്നെ അതുപോലെ ചാടി കളിക്കാൻ, അത് ബോക്സിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ താഴെയുള്ള പോർഷൻ നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. ഇതിൻ്റെ ഒരു ലെഗ് ഡിസൈൻ വരുന്നത് ഒരു ആർച്ച്ഡ് ആയിട്ടുള്ളൊരു ലെഗ് ഡിസൈൻ ആണ്. നമ്മൾ സാധാരണ കണ്ടേക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെഗ് ഡിസൈൻ ആയിരിക്കാം. പക്ഷേ ഇവിടെ ഒരു സക്ഷൻ ട്യൂബ് അല്ലെങ്കിൽ 6 സ്ട്രോങ് സക്ഷൻ കപ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം നല്ല സ്ട്രോങ് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് അത് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രംബോളിൻ അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നതിന് പ്രധാന ഒരു പങ്ക് വഹിക്കുന്നത് ഈ ഒരു സക്ഷൻ ട്യൂബാണ്. അത് കുട്ടികൾ ചാടുന്ന സമയത്ത് ഇത് നീങ്ങിപ്പോകുമോ അല്ലെങ്കിൽ മൂവ് ചെയ്ത് പോകുമോ എന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. അതുപോലെ നമ്മുടെ ഫ്ലോറിൽ ഇവർ ചാടുന്നതനുസരിച്ച് എന്തെങ്കിലും സ്ക്രാച്ചസ് വീഴുമോ എന്നുള്ളൊരു പേടിയും വേണ്ട. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു അറൗണ്ട് 7,000 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടും ആ ഒരു വാല്യൂവിന് വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. മൾട്ടിപർപ്പസ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്. കുട്ടികളുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട്, അതായത് ഒത്തിരി ഓവർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഇതിൽ ബൗൺസ് ചെയ്യുമ്പോൾ അവരുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുതലായിട്ടും സ്ക്രീൻ ടൈം, അതായത് മൊബൈൽ യൂസ് ചെയ്ത് ഒത്തിരി സമയം വേസ്റ്റ് ആക്കുന്ന ആ ഒരു പ്രവണത നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അവരുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ജോയിൻസിൻ്റെ ഹെൽത്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ ബാലൻസ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാനും അവരുടെ ഓരോ ബോഡി പാർട്സിൻ്റെ കോർഡിനേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു വാല്യൂ, ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് നല്ല വർത്ത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.